ஒரு முக்கியமான விஷயத்தை பற்றி இப்போ நான் உங்ககிட்ட ஷேர் பண்ண போகிறேன். இது நான் ஃபஸ்ட்டு கேள்விப்பட்ட உடனே எனக்கே ரொம்ப ഷോക്കിംഗാக தான் இருந்தது. തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിൽ ഭാര്യ സംഗീതയും മക്കളായ ജേസൺ സഞ്ജയും ദിവ്യ സാക്ഷിയും പങ്കെടുക്കാത്തത് ചർച്ചകൾക്കിടയാക്കിയിരുന്നു. വിജയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്നും കുടുംബം വിട്ടുനിന്നിരുന്നു. ഈ സാഹചര്യത്തിൽ വിജയ് മകൻ്റെ കരിയറിനെക്കുറിച്ച് മുമ്പൊരു അഭിമുഖത്തിൽ സംസാരിച്ചത് വീണ്ടും ശ്രദ്ധ നേടുകയാണ്. 2022 പുറത്തിറങ്ങിയ ബീസ്റ്റ് എന്ന സിനിമയുടെ പ്രമോഷൻ്റെ ഭാഗമായി സംവിധായകനായ നെൽസൺ വിജയ് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറഞ്ഞിരുന്നു. മകന് അഭിനയത്തിൽ താല്പര്യമുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു വിജയ്. എന്ത് കരിയർ തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം മകനുണ്ട്. അവൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ല. അഭിനയത്തിലേക്ക് വരുവാൻ അവനെ ഒരിക്കലും നിർബന്ധിച്ചിട്ടില്ല. പൂർണ്ണമായും അവൻ്റെ താല്പര്യം മാത്രമാണ്. എൻ്റെ പിന്തുണ ആവശ്യമാണെന്ന് അവന് തോന്നിയാൽ അത് നൽകും. അത് ചെയ്യണം ഇത് ചെയ്യണമെന്നൊന്നും ഉത്തരവിടാറില്ല. പല സംവിധായകരും അവനെ അഭിനയിപ്പിക്കുവാൻ താല്പര്യം കാട്ടി മുന്നോട്ട് വരുന്നുണ്ടെന്ന് ഞാൻ പറയാറുണ്ട്. എന്നിരുന്നാലും അന്തിമ തീരുമാനം അവൻ്റേതായിരിക്കും. എനിക്കിപ്പോൾ വേണ്ടതൊന്നും 2 വർഷത്തേക്ക് ശല്യപ്പെടുത്തരുതെന്നാണ് മകൻ പറഞ്ഞത്. തൻ്റെ പിതാവ് എസ് ചന്ദ്രശേഖറുമായുള്ള ബന്ധത്തെക്കുറിച്ചും അഭിമുഖത്തിൽ വിജയ് സംസാരിച്ചിരുന്നു. മനോഹരമായൊരു വൃക്ഷം കാണുമ്പോൾ നമ്മൾ പൂക്കൾ ശ്രദ്ധിക്കുന്നു, പക്ഷേ വേരിനെ ഒരിക്കലും ശ്രദ്ധിക്കാറില്ല. പിതാക്കന്മാർ അങ്ങനെയാണ്. അവർ എല്ലാ കുടുംബത്തിൻ്റെയും വേരുകളാണ്. നമ്മൾ മക്കളായിരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകില്ല. നമ്മൾ സ്വയം അച്ഛനാകുമ്പോൾ മാത്രമാണ് നമുക്കത് മനസ്സിലാകൂ എന്നും വിജയ് പറഞ്ഞു. അതിനിടയിൽ അമ്മ സംഗീതയുമായുള്ള വേർപാടിന് ശേഷം സ്വന്തം പേരിൽ നിന്നും വിജയ് എന്ന നാമം ജെയ്സൺ ഒഴിവാക്കിയിരുന്നു. ഇതുകൂടാതെ വിജയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിനെപ്പറ്റി സംസാരിക്കുകയോ ആ ചടങ്ങിൽ പങ്കെടുക്കുകയോ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കിടുകയോ മകൻ ചെയ്തിരുന്നില്ല. ഇക്കഴിഞ്ഞ മദേഴ്സ് ഡേയിൽ അമ്മയെപ്പറ്റി മാത്രമായിരുന്നു ജെയ്സൺ ഒരു പോസ്റ്റ് തൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടതും.